അമ്മ എവിടെ പോവാ അമ്മ? നെതർലൻഡ്സിൽ എവിടെയാ പോകുന്നത് നമുക്കറിയാമോ? അല്ല, പിന്നെ നമ്മൾ ഒത്താൽ നമുക്കൊരു ടൂലിപ്പ് ഫാമിൽ പോവാം. പിന്നെ നമ്മള് സാൻഡം എന്ന് പറയുന്ന സ്ഥലം, സാൻസ് ഷാൻസിന്റെ തൊട്ടടുത്ത് തന്നെയാണ് സാൻഡം. അപ്പൊ അവിടെയും കൂടെ നമുക്ക് പോവാം. ഓക്കെ, റെഡി? ഇങ്ങോട്ട് നോക്കി, റെഡി? യെസ്, കാത്തി ഭയങ്കര ഡ്രസ്സ്, കാത്തിയൊക്കെ നല്ല അടിപൊളിയായിട്ട് ഡ്രസ്സ് ചെയ്തിട്ടിരിക്കുക അല്ലേ കാത്തി? കാത്തിയുടെ ബോ കാണിച്ചേ കാത്തി, ഹെയർ ബാൻഡ് ഒക്കെ കാണിച്ചു. വാവ്, നൈസ്, സൂപ്പർ. അമ്മയ്ക്ക് വിശക്കുന്നില്ല, എന്നാൽ പിന്നെ നമുക്ക് കയറി മെഗ്ഡി കയറി എന്തെങ്കിലും കഴിച്ചിട്ട് നമുക്ക് പോകാം. ഓക്കെ അമ്മ, മെഗ്ഡി കയറി നമുക്ക് കഴിച്ചിട്ട് പോകാം. കാത്തു കൊണ്ട് നീങ്ങേ. കാത്തുവിൻ്റെ ഉടുപ്പ് കണ്ടോ കാത്തി? കാണിച്ച് കാത്തിയുടെ ഉടുപ്പ്. ടേൺ അറൗണ്ട്. സൂപ്പർ. അമ്മ എക്സൈറ്റഡ് ആണോ അമ്മ പൂക്കള് കാണാൻ? ആണോ? അമ്മയാണെങ്കിൽ ഓർത്തത് കൂടിയില്ല അല്ലേ, അയ്യങ്കാർ മറ്റേ ആ സിനിമ കാണുമ്പോഴത്തേക്കിന്, ആ ട്യൂലിപ്പ് ഫാം ഒക്കെ കാണുമ്പോഴത്തേക്കിന്. അമ്മയ്ക്ക് കാപ്പി വന്നിട്ടുണ്ട്. ഇതൊരു സ്പെഷ്യൽ കാരമൽ കോഫിയാണ്. ഞാൻ നേരത്തെ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് ഓരോ രാജ്യത്തിൻ്റെയും മെഗ്ഡീസ് ട്രൈ എന്നത് നല്ലതാണ്. അവിടെ വെറൈറ്റി മെനു ഉണ്ടെന്ന്. അറിയില്ല അച്ഛൻ എന്തൊക്കെയാണ് ഇപ്രാവശ്യം ഓർഡർ ചെയ്തിട്ടുണ്ടോ വെറൈറ്റി ആയിട്ട്. ഇപ്പം ഇതുണ്ടോ, ഇപ്പം ഇവിടുത്തെ ഒരു കുക്കി നോക്കിയമ്മ. ഓരോ മെഗ്ഡിയിലും ഡിഫറെൻറ്റ് ഇതാണ്. ഇത് ചോക്ലേറ്റ് അല്ല, ഇതിന് നോഗറ്റ് എന്ന് പറയും. ഈ എന്താ പറയണേ, ഒരു ഡ്രൈ ഫ്രൂട്ട്സും പിന്നെ ക്യാൻഡിയൊക്കെ ഇട്ട് നല്ല എന്താണ് കടലമിഠായിയുടെ ഒക്കെ വേറൊരു വെർഷൻ. പിന്നെ ഒരു കുക്കി, പിന്നെ ഒരു കാരമൽ കോഫി. അമ്മയ്ക്ക് അത് ഓർഡർ ചെയ്തു. പിന്നെ ക്യാൻഡി ഇല്ല, അത് കോഫിയുടെ കൂടെ കഴിക്കും. പിന്നെ ആസ് യൂഷ്വൽ സാധനങ്ങളാണ്, ബർഗറും ഹാപ്പി മീലും. ഹാപ്പി. ഇത് ഇവിടുത്തെ സ്പെഷ്യലായിട്ടുള്ളൊരു ഐസ്ക്രീം, കാരമൽ ടോപ്പിംഗ്. ഇത് കാത്തറിൻ്റെ കുട്ടി ബർഗർ. ഇത് കെന്നീസ് കുട്ടി ബർഗർ. എനിത്തിങ് ഇസ് ഫൈൻ. ബിഗ് മാക്ക് വേണ്ട എനിക്ക്. ഇറ്റ്സ് നോട്ട് ബിഗ്, സോ ഐ ഡോണ്ട് വാണ്ട് ബിഗ് മാക്ക്. ഇതല്ലേ ബിഗ് മാക്കിനേക്കാളും ബിഗ്. അമ്മ ട്യൂലിപ്പ് ഫീൽഡ് കണ്ടിട്ട് എങ്ങനെയുണ്ട്? അയ്യങ്കാർ വീട്ട് അഴകേ, ആ ഫീല് തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് കാണുമോയെന്നറിയില്ല, ഇത് കണ്ടോ, ആ പാലത്തിൻ്റെ മണ്ടയിലൂടെ എയറോപ്ലെയിൻ്റെ റൺവേ പോകുന്നുണ്ടോ? എന്നെ റിസ്ക് എടുത്താൽ പോകുന്നത്. ഇത് നെതർലാൻഡ്സ് ആണ് കേട്ടോ. നിങ്ങൾ ആ മെഗ്ഡി കണ്ടതും പിന്നെ ഈ കാണുന്ന കാഴ്ചയൊക്കെ വെറൈറ്റി സ്ഥലമാണ്. ഇങ്ങനെ അത്ഭുതകരമായ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, നിങ്ങളുടെ ബാക്ക്വേർഡ് അടിച്ചാൽ കാണാൻ പറ്റും. ഈ ഫ്ലൈ ഓവറിൻ്റെ മണ്ടയിലൂടെയാണ് റൺവേ. ഫ്ലൈ ഓവർ അല്ല, ടണലിൻ്റെ മണ്ടയിലൂടെ. റൈറ്റ് സൈഡിൽ കാണുന്ന ഷിപ്പോൾ എയർപോർട്ടിന്റെ റൺവേ ഒക്കെയാണ്. അമ്മ ഇതുണ്ടോ, ഇതാണ് സാൻസ് ഷാൻസിന്റെ എൻട്രൻസ്. കണ്ടോ കുറേ വിൻഡ് മില്ലുകളൊക്കെ അവിടെ. കുറേ ഇങ്ങനത്തെ ഈ സാൻസ് ഷാൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ദുബായിലെ അൽഫഹീദി നെയ്ബർഹുഡ് പോലെ തന്നെ ഇവിടുത്തെ നെതർലാൻഡ്സിൻ്റെ കൾച്ചറൽ ഹെറിറ്റേജ് പ്രിസർവ് ചെയ്യുന്ന ഒരു ലിവിങ് വില്ലേജാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് കുറേ എന്താ പറയണേ, ചീസ് മാനുഫാക്ചറിങ് ചെയ്യുന്ന സംഭവവും പിന്നെ ഇവരുടെ കോബിൾ ഷൂ ഉണ്ടാക്കുന്ന ഇതും വർക്ക്ഷോപ്സ് ഒക്കെ അവർ കാണിക്കും. പിന്നെ ഇവിടുന്നകത്ത് ബേക്കറി ഉണ്ട്. പിന്നെ പഴയ ആൽബർട്ടൈൻ്റെ സൂപ്പർ മാർക്കറ്റ് ഫസ്റ്റ് വൺ അത് ഇതിനകത്തുണ്ട്. അപ്പം നമുക്കൊരു ഡിഫറെൻറ്റ് കൾച്ചറൽ എക്സ്പീരിയൻസ് ഇവിടെ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. കുറേ സുവനിയേഴ്സ് ഒക്കെ നമുക്ക് ഷോപ്പ് ചെയ്യാം, അടിച്ചു പൊളിക്കാം. ലെറ്റ്സ് ബിഗിൻ. ഓക്കെ, സുവനിയർ ഷോപ്പിൽ കയറുവാണ്. ചോക്ലേറ്റ്സ് ഉണ്ട്.
അമ്മയ്ക്ക് ഇഷ്ടം. എനിക്ക് ഈ ബ്ലൂ ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ അമ്മ വീട്ടിൻ്റെ പക്ഷെ നമുക്ക് സ്പൂൺ ഹോൾഡറാണ് അമ്മയ്ക്കിതോ അല്ലെങ്കിൽ ഇതേ ആ സൈഡിലും ഉണ്ട്. ഹാങ് ചെയ്തില്ല ഹാങ് ചെയ്തു. ഹാങ് ചെയ്യാനായിട്ട് എനിക്ക് എത്ര വില എത്രയാണ് അമ്മ? ഇത് 10, ഇത് 20. വാസ് വേണോ? വാസുണ്ട്. ഇതേ കുഞ്ഞു മണിയുണ്ട് അല്ലേ? ബെൽജിയത്തിൻ്റെ മണിയാണ്. ഓക്കെ, ഇത് നല്ലതാണ്. ഈ വിൻഡ് മില്ലാണ് ഫേമസ്. അതിന് മിനിയേച്ചർ വേണമെങ്കിൽ അത് വേണം നോക്കാം. ഇല്ലേ അമ്മ പണ്ടത്തെ കോയിൻ ഇട്ട് മ്യൂസിക് ബുക്കൽ ബോക്സിനകത്ത് ഇങ്ങനെ കാണിക്കത്തില്ലേ റൗണ്ട് ചെയ്ത്, ആദ്യത്തെ ഇതിൻ്റെ. നമുക്കിതെടുത്താലോ? ഇത് തന്നെ എടുക്കണോ അതോ മാഗ്നറ്റ് മതിയോ? കാരണം മറ്റേ നമുക്ക് അവിടെ ഇടയില്ല, ആ തട്ട് മുഴുവൻ സാധനങ്ങളല്ലേ. അമ്മയ്ക്ക് ക്രിസ്മസ് ഹാങ്ങിങ് വല്ലതും വേണം, ഓർണം ഒരു ക്രിസ്മസ് ഹാങ്ങിങ് കൂടെ. പക്ഷെ പൊട്ടുന്ന സൂക്ഷിക്കണം. നല്ല രസമുണ്ടല്ലേ. വില എഴുതിയിട്ടില്ലല്ലോ, കാണുമായിരിക്കും. ിന്റെ ടൈപ്പ് സ്വന്തം വീടാ. ഇതുണ്ടോ ആക്സസറി? അമ്മയ്ക്കൊരു കാര്യം അറിയാമോ? പണ്ട് ബെൽജിയവും ലക്സംബർഗും നെതർലാൻഡ്സിൻ്റെ ഭാഗമായിരുന്നു. നെതർലാൻഡ്സ് ആയിരുന്നു. ഓക്കെ, അപ്പം ഒരു ബർഗണ്ടി നെതർലാൻഡ്സ് മിഡീവിയൽ ടൈമിൽ ഇതെല്ലാം ഒരുമിച്ചായിരുന്നു, ഒരൊറ്റ രാജ്യമായിട്ടായിരുന്നു. എന്നിട്ടൊരു 80 ഇയേഴ്സിൻ്റെ ഒരു വാർ നടന്നപ്പം നോർത്തേൺ ഡച്ച് റീജിയണും സദേൺ നെതർലാൻഡ്സ് എന്ന് പറഞ്ഞ ഒരു വിഭാഗം ഉണ്ടായിരുന്നു ഈ നെതർലാൻഡ്സിൽ പണ്ട്. അപ്പം ഈ രണ്ട് റീജിയണും തമ്മിൽ അടിയായപ്പോൾ സ്പ്ലിറ്റ് ആയതാണ് ഇപ്പോഴും കാണുന്ന ഈ നെതർലാൻഡ്സും പിന്നെ ഇപ്പോൾ കാണുന്ന ബെൽജിയവും ലക്സംബർഗും. ഈ സാൻസ് എന്ന് പറയുന്ന റീജിയണിൽ ഇരിക്കുന്ന ഒരു ഹെറിറ്റേജ് വില്ലേജാണ്. ഇതുണ്ട് ഫുൾ നമ്മുടെ കുമരകം ഈ ചാല് പോലെയല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെറിയ വെള്ളം, ചതുപ്പാണ് മുഴുവൻ. പിന്നെ പറയുന്ന കേട്ടിട്ടുണ്ട് ഇപ്പം നെതർലാൻഡ്സ് ഇങ്ങനെ ഓരോ വർഷം കൂടുന്തോറും ഇങ്ങനെ താന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഷൂസിൻ്റെ പ്രത്യേകത എന്നാണെന്നറിയോ? ഇവിടുത്തെ ആൾക്കാർ പണ്ട് ഇട്ടുകൊണ്ട് നടന്ന ഷൂസാണ് ഇത്. ഈ വുഡൻ ഷൂസാണിത്. എന്നിട്ടാണെങ്കിൽ ഈ എസ്പെഷ്യലി ഇവിടുത്തെ ഈ ചതുപ്പുണ്ടല്ലോ, ഈ കൃഷിക്കാരൊക്കെ അതൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നത് അവരുടെ കാല് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനത്തെ ടൈപ്പ് ഷൂസൊക്കെ ഇട്ടുകൊണ്ട് നടന്നതെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇതൊരു അട്രാക്ഷനായിട്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതൊരു മ്യൂസിയമാണ്. അപ്പോൾ ഇതിനകത്ത് അവരത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ കാണിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ കയറി കാണാം. ഇതുണ്ട് ഇവിടെ പല ടൈപ്പ് ഷൂസുകളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് കേട്ടോ, കോബിൾ ഷൂസ്. ഇത് കണ്ടപ്പോഴാണ് ഒരു ഐഡിയ കിട്ടിയത്. ഓരോ സോഷ്യൽ സ്റ്റാറ്റസ് അനുസരിച്ച് ഓരോ ടൈപ്പ് ഷൂസുകളുണ്ട്. പ്രീസ്റ്റിനൊരു ഷൂസ്, റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്കൊരു ഷൂസ്, ഫാമറിനൊരു ഷൂസ്, ബേക്കറിനൊരു ഷൂസ്, അങ്ങനെ പല ടൈപ്പുള്ള ഷൂസുകളുണ്ട് ഓരോരുത്തരുടെ പ്രൊഫഷൻ അനുസരിച്ച്. അമ്മയ്ക്ക് ഡിസ്കോ ഷൂസ് വേണോ? ഡയമണ്ട് ക്ലോക്ക്. ഓ, ഡയമണ്ട് ചെയ്തൊക്കെയാണ്. ഒറിജിനൽ ഡയമണ്ട് ആയിരിക്കും. ബെൽജിയത്തിൽ നിന്നുള്ള ഡയമണ്ട് ഡിസ്ട്രിക്റ്റിൽ നിന്ന് ഡയമണ്ട് കൊണ്ടുവന്നുണ്ടെങ്കിൽ നോ പ്രോബ്ലം. ലുക്സ് ഫാൻസി. അമ്മയ്ക്ക് ഈ ക്ലോഗ് വേണോ? ക്ലോഗ് എന്ന് പറഞ്ഞു അമ്മയുടെ സൈസിൽ ഉണ്ടാക്കി തരുമോ? ഉണ്ടോ? എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുമെന്ന് തോന്നേ ഡ്രോ ഉണ്ടാക്കാൻ. ഓരോ ഷൂ സൈസിൽ ഇട്ടിരിക്കുന്നുണ്ട്.
Dat Femke. Dat Femke het vraagt. Dat Femke. കാത്തു വാ അത് കൊള്ളാലോ. മണിച്ചിത്രത്താഴിനകത്ത് മറ്റേ ചെരുപ്പിട്ട് കിടക്കുന്നത് ഇത് വേറെ മോഡേൺ മണിച്ചിത്രത്താഴ്. അച്ഛൻ നേരെ അങ്ങനെ കാത്തിരുന്ന ഷൂ മേക്കിംഗ് ക്ലാസ് തുടങ്ങി. നമ്മുടെ നാട്ടുകാരനാണെന്ന് തോന്നുന്നു കേട്ടോ, കണ്ടിട്ട് അഭിമാനം തോന്നി. നല്ല അടിപൊളിയായിട്ട് പുള്ളി എല്ലാം ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നായിരുന്നു കേട്ടോ. കുറേ ഇൻഫർമേഷനൊക്കെ കിട്ടി. അപ്പോൾ നിങ്ങൾ ഇവിടെ വരുവാണെങ്കിൽ ഇത് ഒരു മസ്റ്റ് വിസിറ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു എന്താ പറയുക കൾച്ചറിനെ കുറിച്ച് നമുക്ക് പഠിക്കാനോ അറിയാനോ ഒക്കെ പറ്റും. അപ്പം മിസ് ചെയ്യരുത് ഈ സംഭവം. അപ്പോൾ ഇനിയുള്ള സംഭവങ്ങൾ ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് കാണിക്കാം ഈ ഷൂ മേക്കിങ്ങിൻ്റെ, അല്ലെങ്കിൽ വീഡിയോ ഒത്തിരി ലെങ്തി ആയി പോകും. അപ്പം സ്പീഡപ്പായിട്ട് കണ്ടു. ഈ പുള്ളി കാണിച്ച എല്ലാ സംഭവങ്ങളും ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ ഈ കാണിക്കാൻ പോകുന്ന സംഭവം ഭയങ്കര അത്ഭുതമായിരുന്നു കേട്ടോ. ഈ തടിക്കകത്ത് ഒത്തിരി വാട്ടർ കണ്ടൻറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ബ്ലോ ചെയ്തതാണെങ്കിൽ അതിനകത്തുനിന്ന് കണ്ടോ വെള്ളം വരും. അപ്പോൾ ഈ സംഭവം കുറേ ദിവസം അവർ ഉണക്കി വെച്ചിട്ടാണ് യൂസബിൾ കണ്ടീഷനിൽ എത്തിക്കുന്നത്. പിന്നെ നല്ല അടിപൊളിയായിട്ട് ഡിസൈനൊക്കെ ചെയ്ത് പെയിൻ്റൊക്കെ അടിച്ച് കുട്ടപ്പനാക്കി തരും. അപ്പം അവിടെ ഉണ്ട് ബാ ഇതുണ്ട് ഷീപ്പിനെ കണ്ടോ? ഗോട്ട് ഷീപ്പാണോ? ഷീപ്പിനെ കണ്ടോ കെന്നൂസ്? സി നമ്മൾ എവിടെ യാത്ര പോയാലും ഈ കുട്ടിപ്പിള്ളേരായിട്ട് പോവുകയാണെങ്കിൽ അവർക്കും ടയറിങ് ആയിരിക്കും, നമുക്കും ടയറിങ് ആയിരിക്കും. അപ്പോൾ അവരെ മാക്സിമം ഇൻട്രസ്റ്റിംഗ് ആക്കി വെക്കാൻ വേണ്ടി നമ്മൾ നോക്കും. പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നമ്മൾ അടിപൊളിയായിട്ട് ഡ്രീം ഉണ്ടാവും. കത്രീന ഹൂഫ്, ഡച്ചിൽ ഹൂഫ് എന്ന് പറഞ്ഞാൽ ഫാം എന്നർത്ഥം കേട്ടോ. അപ്പോൾ ക്യാറ്റി ആണെങ്കിൽ നോക്കിയപ്പോൾ എൻ്റെ പേരിൽ ഒരു ഫാമോ, ഞാനൊന്ന് പോയി കാണട്ടെ എന്ന് പറഞ്ഞ് ഓടിയതാണെങ്കിൽ കണ്ടത്. അപ്പോൾ അടുത്തത് നമ്മൾ ഒരു ചീസ് മാനുഫാക്ചറിങ് ഹോളിലേക്ക് നമ്മൾ പോവാം കേട്ടോ. ഗോട്ട് മിൽക്കാ കേട്ടോ, ഗോട്ട് ചീസ് ഒക്കെ ഉണ്ട്. പശു, ഷീപ്പ്. 10 ലിറ്ററാണ് 1 കിലോ ചീസ്. 10 ലിറ്റർ 1 കിലോ ചീസ്. ഗോട്ട് ചീസ് ആണെങ്കിൽ 7 ലിറ്റർ ആണ് 1 കിലോ ചീസ്. ഓ, അപ്പോൾ തിക്കാണ് ഗോട്ട് ചീസ്. ഷീപ്പ് ആണെങ്കിൽ ഇച്ചിരി കൂടെ തിക്കാണ്, അതുകൊണ്ടാണ് 6 ലിറ്റർ വരുമ്പോൾ 1 കിലോ കിട്ടുന്നത്. ഷീപ്പിന്റെ തൊലിയുണ്ടോ? ക്യാമറ തൊടാൻ പറ്റുമോ? ഇല്ല, കാണത്തില്ല. പ്രോസസ്സിംഗ് കാണിക്കുമോ അമ്മ? അങ്ങനെ ഇവിടെ കുറേ ഫോട്ടോ ലൊക്കേഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ പിള്ളേരെ ഫോട്ടോ എടുപ്പിക്കാൻ പെടുന്ന പാടാണ് ഈ കാണുന്നത് മുഴുവൻ. ഒരു തരത്തിൽ ഇരുത്തി ഫോട്ടോ എടുപ്പിച്ചായിരുന്നു കേട്ടോ. ഇരിക്കാൻ റെഡി? Our cheese likes to travel. It keeps well without refrigeration maximum 1 month.
അമ്മ ചീസ് ടേസ്റ്റ് ചെയ്യാം ഞാൻ, എന്നിട്ട് ഇഷ്ടപ്പെട്ട ചീസ് നമുക്ക് വാങ്ങിച്ചോണ്ട് പോകാം. അമ്മയ്ക്ക് എന്നാ തോന്നുന്നു? ടേസ്റ്റ് ചെയ്യാം. ആ ടേസ്റ്റ് ചെയ്യാം. നെതർലൻഡ്സ് വേണ്ടിയിട്ട് ഇവിടെ ചീസ് ട്രൈ ചെയ്യാതെ എങ്ങനെയാ? ഇതിനകത്ത് ഒട്ടുമിക്ക ചീസുകളും നല്ല വെറൈറ്റി ആയിരുന്നു കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. അപ്പോൾ കുറച്ച് നമ്മൾ വാങ്ങിച്ചു. പിന്നെ ഇടിവിട്ട് നീല കളർന്ന് വാങ്ങിച്ചു. അമ്മ ചീസ് ഡിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. വേറെ സ്റ്റിക്ക് എടുത്തോണേ. അതേത് ഫ്ലേവർ? ഫ്രൂട്ടാണല്ലോ നല്ല. നല്ല ഒരു ഡിഫറെൻറ്റാ. അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. അമ്മ ഒരു ടൂത്ത് പിക്ക് എടുത്ത് നോക്കിയമ്മ. ഫസ്റ്റ് ഒരു ഫ്രൂട്ട് ടേസ്റ്റാ, പിന്നെ ഒരു ചീസും കൂടെ വേണം. ആ ചീസ് ബ്രെഡ് സ്പ്രെഡ് അത്ര വലിയ രുചിയില്ലായിരുന്നു കേട്ടോ ആ ഐറ്റം. അമ്മ ഇത് കണ്ടോ, വേറൊരു വെറൈറ്റി സാധനം ഞാൻ കണ്ടുപിടിച്ചത്, സ്വീറ്റ് വൈൻ പേഴ്സ്. ഇതാരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ വന്നിട്ടുണ്ട് ഇതെന്താന്ന്. ഇത് ഇവിടുത്തെ സ്ട്രൂവാഫിൾ എന്ന് പറയും. ഓക്കെ, ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സിറപ്പ് സാൻഡ്വിച്ച് പോലെ ആക്കി. ബെൽജിയത്തിനെ വാഫിൾസ് പോലെ, പക്ഷേ ഇത് ഇവിടുത്തെ സ്ട്രൂവാഫിൾ എന്ന് പറയും. കുഞ്ഞി കുഞ്ഞി സ്ക്വയറും അല്ലേ. ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫുഡ് ഐറ്റം എന്ന് പറയുന്നത് ഇതാണ്. ഇത് പല ഫ്ലേവർ കിട്ടും. ബിസ്കോഫ് ഫിൽഡ് ആയിട്ടുള്ളത്, ചോക്ലേറ്റ് ഫിൽഡ് ആയിട്ടുള്ളത്. നല്ല പാക്കേജിങ് ഒക്കെയാണ്. അതുവഴി കൂടെ പോയ ഏതോ ഒരു സ്പാനിഷ് മനുഷ്യനാണെങ്കിൽ കണ്ടുടനെ ഓല എന്ന് പറഞ്ഞ് തിരിച്ച് അബദ്ധത്തിൽ ഓല പറഞ്ഞ് കൊമസ്താസും കൂടെ പറഞ്ഞപ്പോഴത്തേക്കിന് ആ പുള്ളിയുടെ ട്രാവൽ ഗ്രൂപ്പിൻ്റെ കൂടെ നമ്മളെയും കൂടെ ചേർത്ത് ട്രാവൽ ക്ലാസ് തുടങ്ങി. ഒരക്ഷരം മനസ്സിലായില്ല. അമ്മയ്ക്ക് വിസ്കിയുടെ ജ്യൂസ് വേണം. ഇഷ്ടമായോ? വേണ്ട, ഇത് വിസ്കി ചീസ്. ഒറിജിനൽ ഷീപ്പ് സ്കിൻ വേണം, അതിവിടെ കിട്ടും കേട്ടോ. പക്ഷേ കസ്റ്റംസിൻ്റെ അവിടെ പോയാൽ നമുക്ക് പണി കിട്ടുമെന്ന് വിചാരിച്ചിട്ട് അത് വാങ്ങിച്ചില്ല. ഇതുണ്ട് ഇരിക്കുന്നുണ്ടല്ലേ കെന്നി, കാത്തി. ആ പ്രതിമയല്ല ശരിക്കും അത് കണ്ടോ? ശരിക്കും അത് നിൽക്കുന്നുണ്ടോ? അങ്ങനെ നമ്മൾ സാൻസ് ഷാൻസ് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ സാൻഡാം എന്ന് പറയുന്നത് ഇവിടെ പല ബെൽജിയം എന്ന് പറയുന്നത് നെതർലൻഡ്സ് വീടുകൾ കൂടെ അക്യുമുലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ആർക്കിടെക്ചർ ഉണ്ട്. പിന്നെ കുറച്ച് സ്ഥലം ഒരു ഗ്രീനിഷ് കളറാണ്, കുറേ പേര് കണ്ടിട്ടുണ്ടായിരിക്കും. സാൻസ് ഷാൻസ് വരുമ്പോഴത്തേക്കും എല്ലാവരും ഈ ഒരു സ്ഥലവും കൂടെ കാണുന്നത് നല്ലതായിരിക്കും. തൊട്ടടുത്ത് അതെ, നമ്മൾ ആ സ്ഥലം എത്താറായി. അപ്പോൾ ആ കൂട്ടത്തിൽ തന്നെ ഇതിപ്പോൾ ഇലക്ട്രിക് കാറായതുകൊണ്ട് നമ്മളിപ്പോൾ പോകുന്ന വഴിയും നമ്മൾ ട്രാക്ക് ചെയ്തിട്ട് ചാർജ് ചെയ്യുന്ന ലൊക്കേഷൻ സ്പോട്ട് ചെയ്യണം. ഒരു ചടങ്ങ് പരിപാടിയാണ് ഇലക്ട്രിക് കാറാണെങ്കിൽ. പെട്രോൾ കാർ എന്തോ ഒരു മിസ് ചെയ്യുന്നു. അപ്പോൾ ഇനി നമ്മൾ മുന്നിൽ കാണുന്ന ഒരു ഗ്രീൻ കളർ ബിൽഡിംഗ് ഉണ്ടല്ലോ, അപ്പം കാണാമെന്നറിയില്ല. അതെ, ആ ഗ്രീൻ കളർ. അപ്പോൾ ആ ഒരു റോഡ് മുഴുവൻ ഒരു ഇങ്ങനത്തെ ഗ്രീൻ കളർ ബിൽഡിങ്ങുകളൊക്കെയാണ്. അപ്പോൾ നമുക്ക് അടുത്ത് പോയിട്ട് ബാക്കി സംഭവങ്ങൾ കാണാം. മഴയാണ്, നമുക്ക് നോക്കട്ടെ. വണ്ടി നമ്മൾ ഈ ചാർജിങ് സ്റ്റേഷനിലോട്ട് ഞാൻ ഇപ്പം പോകുന്നത്. ഇവിടുത്തെ ലിഫ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ സാൻഡാമിലെ ഗ്രീൻ കളർ ബിൽഡിംഗ് നമ്മൾ കാണാൻ പോവുകയാണ്. ആൾക്കാർക്ക് വർക്കൗട്ട് ചെയ്യാനാണോ എന്തോ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടാണെന്നുള്ളതായിരിക്കും എസ്കലേറ്ററൊക്കെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഹുഡി ഇട്ടോ. എപ്പോഴും നമ്മുടെ കയ്യിൽ വാട്ടർ റെസിസ്റ്റൻറ്റ് ജാക്കറ്റ് ഉള്ളത് നല്ലതാണ് എവിടെ പോയാലും. കാരണം വെതർ ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആണ്. ആ പ്രിമാർക്കുണ്ട്. അന്ന് നമുക്ക് നടന്ന് മടുക്കുമ്പോൾ മെഗ്ഡിയിലേക്ക് വരാം. ഇവിടെ മെഗ്ഡി ഉണ്ട്. മെഗ്ഡി മടുത്തടാ. ഓ, അവിടെ വെള്ളം വീഴുന്നുണ്ട് ഉമ്മ. അപ്പം ഇതാണ് സാൻഡാം എന്ന് പറയുന്നത്. നമുക്ക് നടക്കാവുന്ന ഒരു ഏരിയ ആണ്. ഹെർമിറ്റേജ് ഷോപ്പിംഗ് സാൻഡാം. ന്യൂയോർക്ക് മീഡിയ മാർട്ട് അതൊക്കെ ഉണ്ട്. ഇതൊരു ഷോപ്പിംഗ് ഏരിയ കണ്ടോ. ഫുള്ളൊരു ഗ്രീൻ കളർ ബിൽഡിംഗ് ഒക്കെയാണ്. നമ്മുടെ ടൈപ്പ് ഡ്രസ്സൊക്കെ.
ദേ അച്ഛൻ്റെ കൂടെ ഷേക്ക്. ആ ഇവിടെ കോഫി, ഇത് കോഫി ഷോപ്പൊക്കെ ഉണ്ടല്ലോ, പക്ഷെ ക്ലോസ്ഡാ അല്ലേ? യാ ബർഗർ ആൻഡ് ഷേക്ക് അഗെയിൻ ബർഗർ ആൻഡ് ഇൻറ്റെ ഹോട്ടൽ. അമ്മ അതുണ്ടോ അമ്മ? അച്ചു എടാ സുഷൻ. യെസ് രണ്ട് വാട്ടർഫോൾസ് മാതിരി. അച്ചു അതെ, ഇവിടെ എല്ലാം അപ്പാർട്ട്മെന്റ്സ് ആണ് കണ്ടോ, ഫുൾ അപ്പാർട്ട്മെന്റുകളാണ്. ഇതൊരു ഹോട്ടലാണ്, ഇൻറ്റൽ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ ലൊക്കേഷൻ വെച്ച്, ഈ ഇൻറ്റൽ ഹോട്ടൽ ലൊക്കേഷൻ വെച്ച് വന്നാൽ മതി. നമുക്കിവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട്, ക്യൂ പാർക്കിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഷോപ്പിംഗ് ചെയ്ത്, അവിടെ പ്രിമാർക്കൊക്കെ ഉണ്ട്. ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് മാതിരിയാണ്. മെഗ്ഡി ഉണ്ട്. അത് നമ്മൾ കയറണം, അങ്ങോട്ടാണ് കുറേ നടക്കാനുള്ള. അവിടെ കുറച്ച് വഴിയുണ്ട്. ആ വഴി കൂടെ നമ്മൾ കയറിപ്പോയാൽ അവിടെയുണ്ട് കുറച്ച് ആലവേ മാതിരി. നമുക്ക് അവിടെയൊക്കെ എക്സ്പ്ലോർ ചെയ്യാം. കമോൺ ലെറ്റ്സ് ഗോ. നീ വിശക്കുന്നുണ്ട്? അപ്പോൾ കെന്നുവേ വെള്ളമാണ്, അതുകൊണ്ട് ഇതിലൊന്നും തെന്നി അടിച്ച് വീഴാതിരിക്കുന്നതാണ് നമ്മൾ നോക്കേണ്ടത്. പറയുന്നത് കേൾക്കുന്നുണ്ടോ എന്തോ? I don't know, waste ആണോ? I don't know. Can waste ആണോ? വാ, come on, come. വീഴല്ലേ, കക്കായ ഈ വൃത്തികളാണ് തോന്നിയതൊക്കെ. ഇവിടുത്തെ പര്യടനമൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നമ്മുടെ ബെൽജിയത്തിലേക്ക് പോവുകയാണ്. ഓൺ ദ വേ നമ്മൾ ഡിന്നർ കഴിക്കാമെന്ന് വെച്ചു. ആൻഡ് വേർപ്പിക്കുന്നു ജസ്റ്റ് ഇവിടെ തന്നെയാണ്. ഈ ആർക്കിടെക്ചർ മാത്രമല്ലേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചില്ലല്ലോ. കാണാൻ രസമുണ്ട് അല്ലേ? ഇതിനകത്തൊക്കെ ആൾക്കാർ ഇത് ഹോട്ടലാണ് ഈ നേരെ കാണുന്നത്. ഇവരുടെ ഈ നെതർലാൻഡ്സിലെ പഴയ പല വീടുകൾ പാറ്റേൺ ജോയിൻ ചെയ്തുണ്ടാക്കിയിരിക്കുന്ന ഹോട്ടലിൻ്റെ ആർക്കിടെക്ചർ. ഇത് പിന്നെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ പഴയ ടൈപ്പ് വേറെ പാറ്റേൺ. ഇവിടെ തന്നെ ഉള്ളൊരു ടർക്കിഷ് റെസ്റ്റോറൻറ്റിൽ കയറുകയാണ്. കെറ്റുമാവാ. ഇവിടെ യൂഷ്വലി ഡുറും പിന്നെ കപ്സലോൺ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ബെൽജിയത്തിൽ ടർക്കിഷ് റെസ്റ്റോറൻറ്റിൽ കൊടുക്കുന്നത്. ഇവിടെ ഒരു കുഴപ്പമില്ലാത്ത ഡിഫറെൻറ്റ് മെനു കണ്ടു. കാട്ടി റോൾ പോലത്തെയൊക്കെ കണ്ടിട്ടുണ്ട്. വേണമെങ്കിൽ അത് ഡുറുമാന്ന് തോന്നുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിച്ച ഐറ്റംസ്. ഫസ്റ്റ് സലാഡ് ഉണ്ടായിരുന്നു, പിന്നെ മിക്സ്ഡ് ഗ്രില്ലും കപ്സലോണും. ഇതൊക്കെ കഴിച്ചപ്പോൾ നമ്മൾ ദുബായ് വെച്ച് കഴിച്ചതാണ് ഓർമ്മ വന്നത്. അത് അടിപൊളി ഫുഡായിരുന്നു കേട്ടോ ഇവിടുത്തെ. അപ്പോൾ ഗുണേ എന്ന് പറയുന്ന റെസ്റ്റോറൻ്റാണ്. നിങ്ങളിവിടെ വരുവാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നെതർലാൻഡ്സ് കാഴ്ചകൾ. നടന ചൈത്യ സൈനിങ് ഓഫ്. The ice behind my stone cold eyes. I turn to ashes, but only just sometimes. Inhale your smoke, but you still act surprised. It's not my fault when we end up capsized. You call me crazy now, but you don't understand. I'm calling out to you. Can you hear a thing? 'Cause you lit the match that ignites the flame. I'm the TNT, but you're the spark to blame. And it's fire, burning holes inside my brain. Feel the fire, heat that melts us down again. Now it's pouring through my veins, but I said you're the spark to blame.